സ്നേഹം തോന്നുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുമെന്നാണ് പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. ലോകത്താരാണ് പരീക്ഷണങ്ങൾ അനുഭവിക്കാത്തത്? മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹുവിന്റെ ഹബീബ് വരെയുള്ള പ്രവാചകന്മാരുടെ ശൃംഖലകൾ എടുത്തു നോക്കുമ്പോ ഓരോ പ്രവാചകന്മാരും പരീക്ഷണങ്ങൾക്ക് വിധേയരായവരാണ്. ആദം നബി അലൈഹിസ്സലാം തന്റെ മകനെ, സ്വന്തം മകൻ തന്നെ വളരെ നിർദാക്ഷിണ്യമെന്ന് പറയട്ടെ, കാരുണ്യമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാതെ ഒരു പെണ്ണിന് വേണ്ടി തന്റെ മകനെ കൊന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാം ജീവിക്കുമ്പോഴല്ലേ. ആരാകുന്നത് ഏതെങ്കിലും ഒരു ശത്രുവല്ല, സ്വന്തം മകൻ തന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നത്. ഹാബീൽ എന്ന് പറയുന്ന മകൻ പെണ്ണിന്റെ പേരിൽ തന്റെ ജ്യേഷ്ഠനായ ഹാബീലിനെ കൊല്ലുന്നത് മഹാനായ ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്തല്ലയോ ഉണ്ടായത്. എങ്ങനെയാണൊരു പിതാവിന് ഇത് സഹിക്കാൻ കഴിയുക? ഇബ്ലീസിന്റെ, പിശാചിന്റെ വസ്വാസം മൂലം മറന്നുകൊണ്ടൊരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുകയും 300 വർഷക്കാലം അള്ളാഹുവിനോട് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തില്ലയോ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞാൻ എന്റെ ശരീരത്തോട് അതിക്രമം കാണിച്ചു റബ്ബേ. അല്ലാഹുവേ, ഞാൻ എന്റെ ശരീരത്തോട് അതിക്രമം കാണിച്ചു റബ്ബേ. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകുമല്ലാ, അതുകൊണ്ട് പുറത്തു തരണേ എന്ന് 300 വർഷക്കാലമാണ് ദുആ ചെയ്തത്. തന്റെ ഭാര്യയെ കാണാതെ ഹവ്വാ ബീവിയെ കാണാതെ 300 വർഷമല്ലയോ രണ്ടുപേരും അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഏകാന്തമായി നടന്നു നീങ്ങിയത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടേയിരുന്നത്. പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ആരാണ് പ്രയാസങ്ങൾ അനുഭവിക്കാത്തത്? ആദം നബി അലൈഹിസ്സലാം കഴിഞ്ഞു, പിന്നെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കണ്ടില്ലയോ? തട്ടഹസിച്ചു വരുന്ന തിരമാലയുടെ മുമ്പിൽ തന്റെ മകൻ പിടഞ്ഞു വീഴുന്ന സാഹചര്യം. കപ്പലിലൂടെ പിതാവ് സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ തന്റെ മകൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് തട്ടഹസിച്ചു വരുന്ന തിരമാലകൾക്കിടയിൽപ്പെട്ട് തന്റെ മകൻ ദാരുണമായി മരണപ്പെടുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കണ്ടില്ലയോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ സാഹചര്യം? എന്തായിരിക്കും നമ്മുടെ മാനസികമായ അവസ്ഥ? എന്തായിരിക്കും? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഉടനെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ? അല്ലാഹുവേ, ഇന്ന വഅദകൽ ഹഖ്. അല്ലാഹുവേ, നീ ഒരു കരാർ തന്നിട്ടുണ്ട്, നിന്റെ കുടുംബം ഒരിക്കലും നരകത്തിൽ കിടക്കൂല എന്ന കരാർ തന്നിട്ടില്ലയോ? എന്റെ മകനെ ഒരു കാരണവശാലും നീ നരകത്തിൽ കടത്താൻ പാടില്ല റബ്ബേ, എന്റെ മകൻ നരകത്തിൽ കിടക്കാൻ പാടില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അപ്പോഴല്ലയോ അള്ളാഹു ദേഷ്യപ്പെടുന്നത്, നൂഹ് നബിയെ, അറിയാത്ത വിഷയങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. നിങ്ങളുടെ മകൻ ഒരു സാലിഹായ മകനല്ല, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബമല്ല. ലൈസ മിൻ അഹ്ലിക്, നിങ്ങളുടെ മകനാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നൂഹ് നബിയെ, നിങ്ങളുടെ മകൻ നരകത്തിലായിരിക്കുമെന്ന് അള്ളാഹു സന്ദേശം നൽകിയില്ലയോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് ആരാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്തത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യാതൊരു മടിയുമില്ലാതെയല്ലയോ അതിലേക്ക് ചാടാൻ ഇബ്രാഹിം നബി തയ്യാറായത്? അതിനേക്കാളും വലിയ പരീക്ഷണമല്ലയോ 100 വർഷക്കാലം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, സാലിഹായ ഒരു കുഞ്ഞിനെ താ അല്ലാഹ്, സാലിഹായ ഒരു കുഞ്ഞിനെ താ അല്ലാഹ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നീ ദുആഇന് ഉത്തരം നൽകുന്നവരാണല്ലോ, കൺകുളിർമയുള്ള മക്കളെ നൽകണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ലയോ? പിന്നെയും ദുആ ചെയ്തു. ഖുർആനിൽ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കാണാം. മക്കളില്ലാത്ത ആളുകൾ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യേണ്ട 4ഓളം പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണുന്നുണ്ട്. ഒന്ന്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. 2, റബ്ബനാ ഹബ് ലനാ മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. 3, റബ്ബി ഹബ്ലി മിനസ്
റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. 4 അല്ലാഹുമ്മ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. എന്നിങ്ങനെയുള്ള 4 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലയോ? മഹാനായ ഇബ്രാഹിം 100 വർഷക്കാലം ദുആ ചെയ്തിട്ട് ഒരു കൺകുളിർമയുള്ള ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞിന് കുസൃതി കാട്ടാൻ തുടങ്ങിയപ്പോ, ആ കുഞ്ഞൊന്ന് ഓടിച്ചാടി കളിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബിയോട് അറുക്കണമെന്ന്. ഇതും ഒരു പരീക്ഷണമല്ലയോ? മൂസാ നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കുണ്ടോ മുഅ്മിനീങ്ങളെ? എത്ര പ്രയാസമാണ് മൂസാ നബി അലൈഹിസ്സലാം സഹിച്ചത്? ഈസാ നബി അലൈഹിസ്സലാം ഏത് പ്രവാചകന്മാരാണ് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോവാത്തത്? യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടത് നമ്മൾക്കറിയാത്ത വിഷയങ്ങളല്ലല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം മാരകമായ പ്രയാസങ്ങളിലൂടെ സമയം ചെലവഴിച്ചത്, മാരകമായ പ്രയാസങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കിയത്, ഇതൊന്നും നമ്മൾക്കറിയാഞ്ഞിട്ടല്ലയോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിൽ 15 വർഷക്കാലം അള്ളാഹുവിനോട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ മക്കളെ തരണമെന്ന്, അള്ളാഹുവേ കുഞ്ഞുങ്ങളെ തരണമെന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്ത ദമ്പതികൾക്ക് അള്ളാഹു മക്കൾ നൽകിയത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്. കല്യാണം കഴിഞ്ഞു 1 വർഷമാകുമ്പോൾ തുടങ്ങി ടെൻഷൻ. എന്തേ കുട്ടികൾ ഉണ്ടാവാത്തത്? അള്ളാഹു ഞങ്ങൾക്ക് മക്കളെ തരില്ലയോ? അള്ളാഹു ഞങ്ങൾക്ക് മക്കളെ തരില്ലയോ? വല്ല കുറവും ഞങ്ങൾക്കുണ്ടോ എന്ന വേദനയോടെ ഭർത്താവും ഭാര്യയും സമയം ചെലവഴിക്കുമ്പോൾ 15 വർഷക്കാലം അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തിട്ടാണ് മലപ്പുറം ജില്ലയിലുള്ള ഒരു സഹോദരൻ അള്ളാഹു 3 മക്കളെ നൽകിയത്. അള്ളാഹു 3 മക്കളെ നൽകി. എന്നാൽ നിങ്ങൾ കേൾക്കണോ ഈ സംഭവം? 3 മക്കളെയും അള്ളാഹു ഒന്നിച്ചു കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? 3 മക്കളാണ് അള്ളാഹു നൽകിയത്. ആ 3 മക്കളെയും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴയിൽ വീണ് മരിക്കേണ്ട ദയനീയമായ ഒരു ചിത്രം നമ്മൾ ഒരാഴ്ച മുമ്പാണ് കണ്ടത്. നിങ്ങൾ ആലോചിക്കണം, എത്ര പ്രയാസമാണ് ഇതൊക്കെ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ സഹിക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ ഒരു മനുഷ്യൻ സഹിക്കുന്നത്? ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, ഈ സാഹചര്യത്തിൽ പതറാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിയോടെ പതറാതെ മുന്നേറാനുള്ള ഒരു ചെങ്കൂറ്റം നമ്മൾക്കുണ്ടായാൽ അവിടെയാണ് വിജയമുള്ളത്. അവർക്കാണ് അല്ലാഹു തആല മഹ്ശറ ലോകത്ത് മനോഹരമായ സ്വർഗീയ കൊട്ടാരങ്ങൾ ഒരുക്കി വെക്കുന്നത്. പ്രയാസങ്ങളില്ലാത്തവർ ആരാണ്? മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങൾ തന്റെ കാല് നഷ്ടപ്പെട്ടു, തന്റെ മകനെയും നഷ്ടപ്പെട്ടു. ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴാണ് വയസ്സായ ഒരു വൃദ്ധനെ കാണാനിടയായത്. ഖലീഫ പറഞ്ഞു, ഉർവാ, ഈ വയസ്സനോടൊന്ന് സംസാരിക്കൂ. ഉർവാ, ഈ വയസ്സനോടൊന്ന് സംസാരിച്ചു നോക്കൂ. ഉർവ ഖലീഫയ്ക്കറിയാം മഹാനായ ഉർവ തങ്ങൾ വലിയ പ്രയാസത്തിലാണ് എന്ന്, മകൻ മരിച്ച വേദനയിലാണ് എന്നറിയാം. ഉർവ സംസാരിക്കാൻ തുടങ്ങി. എന്താ നിങ്ങളുടെ കഥ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ മനുഷ്യൻ പറയാൻ തുടങ്ങിയത്, ഞാൻ ഇന്ന നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അള്ളാഹു ഇഷ്ടം പോലെ സമ്പത്ത് നൽകി, അള്ളാഹു ധാരാളം സമ്പാദ്യങ്ങൾ നൽകി, ഒരുപാട് മക്കളെ നൽകി, മനോഹരമായ വീടുണ്ടായി. നാട്ടിൽ ഏറ്റവും അന്തസ്സോടെ ജീവിച്ചിരുന്ന ഞാൻ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് ശക്തമായ പ്രളയം ഞങ്ങളുടെ നാട്ടിലുണ്ടായത്. ഉരുൾപൊട്ടലുണ്ടായ ക്ഷീണം ഇന്ന് വരെ തീർന്നിട്ടില്ല. വയനാടിന്റെ മേഖലകളിൽ അതുപോലെ തന്നെ മറ്റുള്ള പല മേഖലകളിലും ഉരുൾപൊട്ടലിന്റെ വേദന, ഉരുൾപൊട്ടലിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അല്ലാഹുവേ, അവർക്കൊക്കെ പെട്ടെന്ന് റീകവർ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. 15 വർഷക്കാലം ഗൾഫിൽ നിന്ന്, 15 വർഷക്കാലം വിദേശത്ത് നിന്ന്, മക്കളെ കാണാതെ, ഭാര്യയെ കാണാതെ, വിയർപ്പ് നീരാക്കി, ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഒരു സുപ്രഭാതത്തിൽ ഒഴുകിപ്പോവുക, ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോവുക. ഒരു മനുഷ്യന്റെ സ്വപ്നം എന്നുള്ളത് ദീനിയായ സാലിഹത്തായ ഒരു പെണ്ണ് കിട്ടണം, മനോഹരമായൊരു വീട് വേണം, നല്ലൊരു വാഹനം വേണം എന്നൊരു ചിന്തയാണ് ഓരോ മനുഷ്യനും ഉണ്ടാവുന്നത്. എന്നാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ സമ്പാദ്യമെല്ലാം ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകർന്നു പോയാൽ എങ്ങനെയാണ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? ഈ മനുഷ്യൻ പറയുകയാണ്, എന്റെ സമ്പാദ്യങ്ങളും എന്റെ വാഹനങ്ങളും എന്റെ മൃഗങ്ങളും എന്റെ വീടും എന്റെ എല്ലാ സ്വത്തുകളും എല്ലാം ഒരു ശക്തമായ പ്രളയത്തിലൂടെ, ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചുപോയി. അങ്ങനെ ഓരോ ആളുകൾ ഓരോ മേഖലകളിൽ ബാക്കിയായി. പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം ഒന്ന് അടങ്ങിയപ്പോ, ഇതെല്ലാം ഒന്ന് ശമിച്ചപ്പോഴാണ് ഞാനൊന്ന് എണീറ്റത്. അങ്ങനെ ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യയെ കാണുന്നില്ല, എന്റെ മക്കളെ കാണുന്നില്ല, എന്റെ മൃഗങ്ങളെ കാണുന്നില്ല, എന്റെ വീട് തകിടം മറിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണുള്ളത്?
അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടു. എന്റെ ചെറിയ ഒരു കുഞ്ഞ്, പറക്കുമുറ്റാത്ത മുലപ്പാല് കുടിക്കുന്ന ഒരു പിഞ്ചു പൈതലിനെ എനിക്ക് കാണാനിടയായി. ആ കുഞ്ഞിനെ ഞാനൊന്ന് ഓടിപ്പോയി വാരിക്കോരിയെടുത്ത് എന്റെ മാറത്തോട് ചേർത്ത് വെച്ച് ആശ്വസിക്കുമ്പോഴാണ് എന്റെ ഒരു വാഹനം ഒരൊട്ടകം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരൊട്ടകവും ഈ കുഞ്ഞുമല്ലാതെ വേറൊന്നുമില്ല, മറ്റുള്ളതെല്ലാം ചത്തുപോയി. ഇനി എനിക്ക് എന്റെ ഈ ഒട്ടകത്തിലൂടെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ചിന്തയോടെ കുഞ്ഞിനെ മാറത്തോട് ചേർത്ത് തന്റെ ഒട്ടകത്തെ സമീപിക്കുമ്പോഴാണ് ഒട്ടകം അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ഒട്ടകത്തിന്റെ പിന്നാലെ ഈ മനുഷ്യനും ഓടാൻ തുടങ്ങി. ഒട്ടകത്തെ കിട്ടിയില്ല. അവസാനം എന്ത് ചെയ്തു? തന്റെ ഒരു കുഞ്ഞിനെ ഭദ്രമായൊരു സ്ഥലത്ത് അവിടെ കിടത്തി ഒട്ടകത്തിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പറക്കുമുറ്റാത്ത എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതലിനെ ഒരു ചെന്നായ കടിച്ചു വരിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ എന്റെ കുഞ്ഞിന്റെ പിന്നാലെ ഓടി, ചെന്നായയുടെ പിന്നാലെ ഓടി. ഇല്ല, ചെന്നായ വിടുന്ന മട്ടില്ല. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ചെന്നായ ഓടിക്കളഞ്ഞു. എന്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു. ഇനി ഏതായാലും എന്റെ ഒട്ടകം ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഒട്ടകത്തിന്റെ പിന്നാലെ പോയി. ഒട്ടകത്തെ കിട്ടുമെന്നുള്ള ആ ഒരു സാഹചര്യം എത്തിയപ്പോൾ അതിന്റെ പിൻകാല് കൊണ്ടൊരു ചവിട്ടുകയുണ്ടായി. അതോടെ എന്റെ 2 കണ്ണുകളും തെറിച്ചുപോയി. അന്ധനാണിന്ന്. എന്റെ 2 കണ്ണിന്റെ കാഴ്ചശക്തി പോയി. എന്റെ മുഖം വികൃതമായി. സമ്പത്ത്, ഭാര്യ, മക്കൾ, വീട്, വാഹനം എല്ലാം നഷ്ടപ്പെട്ട് ഒരു വൃദ്ധനായ ഒരു പിതാവ്. എന്നിട്ടും വേദനയില്ലാതെ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്നെ സ്തുതിക്കാനുള്ള ഒരു കഴിവ് നീ എനിക്ക് തന്നുവല്ലോ എന്ന് മഹാനായ ഉർവ തങ്ങളോട് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളല്ല, നമ്മൾ കണ്ട പ്രയാസങ്ങളൊന്നും പ്രയാസമല്ല. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പല ജില്ലകളിൽ, പല സംസ്ഥാനങ്ങളിൽ നിരന്തരമായി മുസ്ലിമായതിന്റെ പേരിൽ നിരന്തരമായി ചെറിയ കുഞ്ഞുങ്ങളെ കാരുണ്യമില്ലാതെ, കണ്ണിൽ ചോരയില്ലാതെ നിർദാക്ഷിണ്യം വധിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സൊന്ന് പിടക്കാറുണ്ട്, നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിനേക്കാളും എത്രയോ വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് മുസ്ലിം സമൂഹം ഇവിടെ എത്തിയത്. ഇതിനേക്കാളും വലിയ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും സഹിച്ചിട്ടാണ് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അലാ തദുല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലയോ? ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കില്ലയോ നബിയേ? എത്ര കാലമായി പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ദുആ ചെയ്തുകൂടെ നബിയേ? ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ നബിയേ? എന്താണ് പ്രയാസം എന്നറിയോ? അടിമയായിരുന്ന മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യജമാനനും നാട്ടിലെ ധിക്കാരികളായ ബഹുദൈവ വിശ്വാസികൾ വലിയ ഒരു അടുപ്പുണ്ടാക്കുകയാണ്. എന്നിട്ട് ആ അടുപ്പത്തേക്ക് മഹാനായ ഖബ്ബാബ് തങ്ങളുടെ കയ്യും പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഖബ്ബാബ് തങ്ങളുടെ കുപ്പായം മാറ്റിവെക്കുന്നുണ്ട്. എന്നിട്ട് മലർത്തി കിടത്തുകയാണ്. അടുപ്പത്തേക്ക് മാറ്റി കിടത്തുകയാണ്. ഇതിനൊന്നും സൗണ്ടില്ല കേട്ടോ, ഇതിനൊന്നും സൗണ്ടില്ല. ഖബ്ബാബ് തങ്ങളെ ആ അടുപ്പത്തേക്ക് വസ്ത്രം മാറ്റി മലർത്തി കിടത്തുകയാണ്. എണീക്കാൻ പോലും അനുവദിക്കാതെ ഖബ്ബാബ് തങ്ങൾ ജീവനോടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ജീവനോടെ മഹാനായ ഖബ്ബാബ് തങ്ങളെ മലർത്തി കിടത്തുകയാണ്. മുശ്രിക്കീങ്ങൾ എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. എന്നിട്ടും അദ്ദേഹത്തോടുള്ള ദേഷ്യം തീരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട്. എന്നിട്ട് ബോധം നഷ്ടപ്പെട്ടപ്പോൾ അവരവിടെ നിന്ന് അദ്ദേഹത്തെ എവിടേക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് യാത്ര തിരിയുകയാണ്. മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് തങ്ങളുടെ ആ പച്ച മാംസം, പച്ച ഇറച്ചി തീയിലേക്ക് കൊണ്ട് എങ്ങനെയാണോ പച്ച മാംസത്തിലേക്ക്, ഇറച്ചിയിലേക്ക് തീ സ്പർശിക്കുമ്പോൾ ദുർഗന്ധമുണ്ടാകുന്നത്, ആ ഒരു ദുർഗന്ധം മഹാനായ ഖബ്ബാബ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വമിക്കാൻ തുടങ്ങി എന്നാണ്. പുറംഭാഗത്തുള്ള
മുഴുവൻ ചർമ്മങ്ങളും ഉരിഞ്ഞുപോയി, എന്നിട്ട് ഇറച്ചി കറുത്തുപോയി. എങ്ങനെ? അടുപ്പത്ത് ജീവനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ഖബ്ബാബ് തങ്ങളെ ജീവനോടെ ചുട്ടു പഴുപ്പിച്ച സംഭവം പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഖബ്ബാബ് തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അലാ തദുല്ലാഹ ലനാ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൂടെ? എത്ര കാലമായി ഞങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബ്ബാബ് തങ്ങളോട് പറഞ്ഞത്, ഖബ്ബാബേ, ഇതൊന്നും പ്രശ്നമല്ല. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് 2 കഷ്ണമാക്കിയിട്ടുണ്ട്. ആരെ? സക്കരിയ നബി അലൈഹിസ്സലാമിനെ. അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. ആ സക്കരിയ നബി അലൈഹിസ്സലാമിനെ മൂർച്ചയുള്ള ഈർച്ചവാൾ കൊണ്ടുവന്ന് സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഈർന്നു മാറ്റി, മരങ്ങൾ മുറിക്കുന്നത് പോലെ ഈർന്നു മാറ്റി 2 കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രയാസമാണോ ഖബ്ബാബ്? പറയൂ, ഇതൊന്നും പ്രയാസമല്ല. എന്നാൽ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ കഴുത്തറുത്തു കൊന്നിട്ടുണ്ട് ബനൂ ഇസ്രായേലുകാർ. എന്തിനെന്നറിയോ? വ്യഭിചാരികൾക്കെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, നിങ്ങൾ ഇവിടെ അനാശാസ്യം നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, തോന്നിവാസം നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കഴുത്തറുത്തു വധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. അം ഹസിബതും തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. ഖബ്ബാബേ, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോവാൻ സാധിക്കുമെന്ന് വിചാരിച്ചോ ഖബ്ബാബേ? സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത്? വീട്ടിലേക്ക് കയറിപ്പോകുന്നത് പോലെ, പള്ളിയിലേക്ക് കയറിപ്പോകുന്നത് പോലെ വളരെ എളുപ്പത്തിൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചോ? അം ഹസിബതും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തദ്ഖുലുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ, ജീവിതത്തിൽ രോഗങ്ങളില്ലാതെ, ജീവിതത്തിൽ ദുരിതങ്ങളില്ലാതെ, ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ലാതെ വളരെ സന്തോഷത്തോടെ ജീവിച്ച് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഖബ്ബാബേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാൻ ഒരുപാട് പ്രയാസമുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? എപ്പോഴെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? അല്ലാഹു നൽകിയ മക്കൾ, എല്ലാ മക്കളെയും ജീവിതത്തിൽ, എല്ലാ മക്കളുടെയും മരണം അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ കണ്ടില്ലയോ? നമ്മൾ ആലോചിക്കണേ. അല്ലാഹു നമ്മൾക്കൊരു 10 മക്കളെ നൽകിയാൽ അതിൽ 9 മക്കളും നമ്മുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ഫാത്തിമ ബീവിയല്ലാത്ത എല്ലാ മക്കളും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോയവരല്ലയോ? മഹാനായ ഇബ്രാഹിം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ 18 മാസം പ്രായമുള്ള, 16 മാസം പ്രായമുള്ള ആ ചെറിയ കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോഴല്ലയോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായുറ്റിയത്? അപ്പോഴൊരു സഹാബി ചോദിച്ചു, ലിമ തബ്കീ യാ റസൂലല്ലാഹ്, അല്ലാഹുവേ നിങ്ങൾ കരയുകയാണോ? കരയാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലയോ? നബിയെ നിങ്ങൾ കരയുകയാണോ? ആരാ മരിച്ചുപോയത്? നബി തങ്ങളുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ്, മഹാനായ ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞ് തന്റെ മടിത്തട്ടിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി. അപ്പോൾ ചോദിച്ചു, നബിയെ കരയാൻ പാടുണ്ടോ? നബിയെ കരയല്ലേ എന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇതല്ല അല്ലാഹു നിരോധിച്ചത്. ഈ കരച്ചിൽ അല്ലാഹു നിരോധിച്ചിട്ടില്ല. ഉപ്പ മരിച്ചു പോയാൽ
ഉമ്മ മരിച്ചുപോയാൽ ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, നമ്മളുമായി ബന്ധമുള്ള ചങ്ങാതിമാർ, ഇങ്ങനെയൊക്കെ ആളുകൾ മരിച്ചുപോയാൽ സ്വാഭാവികമായും കാരുണ്യമുള്ളവന്റെ ഹൃദയത്തിൽ നിന്ന്, കാരുണ്യമുള്ളവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉറ്റിപ്പോകും മോനെ, ഉറ്റിപ്പോകും സ്വഹാബി എന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് മറുപടി കൊടുക്കുകയാണ്. എന്നാൽ ഉപ്പ മരിച്ചു എന്നറിയുമ്പോഴേക്കും കരയാൻ വേണ്ടി ആളുകളെ ഏൽപ്പിക്കരുത്, കരയാൻ വേണ്ടി ആളുകളെ ഏൽപ്പിക്കരുത്. ഉപ്പയുടെ മഹത്വം പറഞ്ഞ്, ഉപ്പയുടെ പഴയകാല പ്രതാപം പറഞ്ഞിട്ട് കരയാൻ വേണ്ടി ആളുകളെ നിയോഗിക്കുക. എന്നിട്ട് മുടിയെല്ലാം പിരിച്ചുവിട്ട് ഒച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ കരയുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. ഇസ്ലാം അത് നിരോധിച്ചിരിക്കുകയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, മോനെ നിന്റെ വേർപാടിൽ ഞങ്ങൾ വേദനിക്കുന്നു മോനെ, നിന്റെ വേർപാടിൽ ഞങ്ങൾ വേദനിക്കുകയാണ്. ഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ മരിച്ചു പോവാത്തത്? ഫാത്തിമ ബീവി അല്ലാതെ മറ്റുള്ള എല്ലാ മക്കളും അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് മരിച്ചു പോയില്ലയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതാവിന്റെ ഖബറിടത്തിൽ പോയി കരയുന്നത് സ്വഹാബാക്കൾ കാണുമ്പോൾ സ്വഹാബാക്കൾ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു എന്നാണ്. തന്റെ മാതാവിന്റെ ഖബറിടത്തിൽ പോയി അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞിട്ടുണ്ട്, നിയന്ത്രണമില്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബാക്കളും പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണം അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ കണ്ടുവളർന്ന ആളാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ്. ആരോടാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? അല്ലാഹു ഏറ്റവും നന്നായി സ്നേഹിച്ചത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ ഹബീബാണ് 3 മാസക്കാലം ഭക്ഷണമില്ലാതെ, 3 മാസക്കാലം ഭക്ഷണങ്ങളൊന്നുമില്ലാതെ ശഅബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ശത്രുക്കളുടെ ഉപരോധം കൊണ്ട് മരങ്ങളിൽ കയറി അവിടുത്തെ പച്ചിലകൾ ഭക്ഷിച്ച് 3 മാസക്കാലം അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചത്. എത്ര മാസം പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിട്ടുണ്ട്? 3 മാസക്കാലം. എന്നിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും പച്ച രീതിയിൽ ആടുകളെ പോലെ, പശുക്കളെ പോലെ, മൃഗങ്ങളെ പോലെ കാഷ്ടിച്ചു പോയിട്ടുണ്ട് എന്നാണ്. ഉപരോധിക്കുകയാണ്, ഒരു മലയിൽ വെച്ച് ഉപരോധിക്കുകയാണ്. താഴെ ഇറങ്ങാൻ കഴിയില്ല, അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ അനുവദിക്കാതെ 3 മാസക്കാലം ഒരു മലഞ്ചെരുവിൽ അവിടെയുള്ള മരച്ചില്ലകൾ, അവിടെയുള്ള കായ്ക്കനികൾ ഇതെല്ലാം കഴിച്ച അല്ലാഹുവിന്റെ ഹബീബ് 3 മാസം ചെലവഴിച്ചു എന്ന് പറയുമ്പോ 3 മാസമല്ല 1.5 വർഷത്തോളം അല്ലാഹുവിന്റെ ഹബീബ് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുപോലെയുള്ള ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും മുകളിലുള്ളവരെ നോക്കുന്നതിന് പകരം നമ്മളെക്കാളും പ്രയാസമുള്ളവരെ നോക്കുകയാണെങ്കിൽ, നമ്മളെക്കാളും പ്രയാസമുള്ളവർ ആളുകളെ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷത്തിലാണ്. അല്ലാഹു തന്ന നിഅമത്തുകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും. എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഓപ്പറേറ്റർ പോയാ ഉണ്ടാ? ഇപ്പൊ ഡിലേ കൊടുത്തില്ലെന്ന് ചോദിച്ചേക്ക്. ഒന്ന് ഡിലേ കൊടുക്കില്ല ഒരുത്തണ്ണ. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ നോക്കുന്നത് എന്റെ പ്രയാസം മാത്രമാണ്. ഞാൻ എന്റെ പ്രയാസം മാത്രം നോക്കുകയാണ്. എന്നാൽ ഒന്ന് ഇറങ്ങിത്തിരിക്കണം, നാടില് വീട്ടിലൊക്കെ ഒന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞു എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുമ്പോ നമ്മളൊന്നുമല്ല, നമ്മളെക്കാളൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതാണ് ആദ്യം നബി തങ്ങൾ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് അതാണ്. ഒരിക്കലും ഉൻദുറു ഇലാ മൻ ഹുവ ദൂനകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. എപ്പോഴും താഴേക്കിടയിലുള്ള ആളുകളെ മാത്രം നോക്കിയാൽ മതി, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. എക്കോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, താഴേക്കിടയിലുള്ള ആളുകളെ മാത്രം നോക്കിയാൽ മതി, മുകളിലുള്ള ആളുകളെ നോക്കരുത്. അങ്ങ് നോക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ പ്രയാസങ്ങളായിരിക്കും. അതോടൊപ്പം അല്ലാഹു നിങ്ങൾക്ക് എന്ത് തന്നാലും അത് പൈസയാവാം, ദാരിദ്ര്യമാവാം, രോഗമാവാം, പ്രയാസങ്ങളാവാം, എന്ത് തന്നാലും അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ആ ഒരു കരുത്ത് നമ്മൾക്ക് കിട്ടണം. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ.
ലോകത്തെ ഏറ്റവും വലിയ 4 സമ്പാദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ബദനുൻ അലൽ ബലാഇ സ്വാബിർ, ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ശരീരം ഉണ്ടാവണം. 4 സമ്പാദ്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സമ്പാദ്യങ്ങൾ? ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലാനുള്ള നാവ്, എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു നാവ് നമ്മൾക്കുണ്ടാവണം. ദിക്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഖസ്വത്തുൽ ഖൽബ് ഉണ്ടാകുമെന്നാണ്, ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകും. സംസാരം കൂടുന്നതിനനുസരിച്ച് ഹൃദയം കടുത്തുപോകുമെന്നാണ്. ഖസ്വത്തുൽ ഖൽബ് ഉണ്ടാകും. ലാ തുക്സിറുൽ കലാമ ഫീ ഗൈരി ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലല്ലാതെ നിങ്ങൾ ഒരുപാട് സംസാരിക്കരുത്. സംസാരിക്കുകയാണെങ്കിൽ, വാ തുറക്കുകയാണെങ്കിൽ ദിക്റിന് വേണ്ടിയേ വായ തുറക്കാൻ പാടുള്ളൂ. വായ തുറക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, അങ്ങനെ ഇതിനു വേണ്ടിയിട്ടല്ലാതെ ഒരിക്കലും വായ തുറക്കാൻ പാടില്ല എന്നാണ്. ലാ തുക്സിറുൽ കലാം, ഇങ്ങനെ സംസാരിച്ചിരിക്കരുത്. ലാ തുക്സിറുൽ കലാം, സംസാരം വർദ്ധിക്കുമ്പോ ഹൃദയം കടുത്തുപോകും. ലാ തുക്സിറുൽ കലാമ ഫീ ഗൈരി ദിക്രില്ലാഹ്, ഒരുപാട് സംസാരിക്കരുത്, ഒരുപാട് സംസാരിക്കരുത്. സംസാരിക്കുന്തോറും അല്ലാഹുവിൽ നിന്ന് അകലുമെന്നാണ്. ഫഇന്ന ഖസ്വത്തൽ ഖൽബി, ഹൃദയം കടുത്തുപോയാൽ നമ്മൾ അറിയാതെ നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നു പോകുമെന്നാണ്. അല്ലാഹുവിൽ നിന്ന് അകലുന്തോറും നരകത്തിലേക്ക് നമ്മൾ അടുക്കുമെന്നാണ്. എന്നിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി നടക്കരുത്. കഅന്നകും അർബാബ്, നിങ്ങൾ വലിയ അർബാക്കന്മാരെ പോലെ, മുതലാളിമാരെ പോലെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കുറവ് നോക്കരുത് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? മറ്റുള്ളവരെ നോക്കിയിട്ടാ നമ്മൾ ജീവിക്കുക. അയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ എന്ത് ചെയ്യുന്നു, അതൊക്കെയാ നമ്മുടെ ചിന്ത. പക്ഷെ എന്റെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? എന്റെ അവസ്ഥ എന്ത്? പൊതുവെ പല നാടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയുക എന്ന ഒരു സ്വഭാവമാണ്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, എന്തിനാണത്, എന്താണ് ഇതിന്റെ ആവശ്യം, എന്താണ്? നമ്മൾക്ക് നമ്മുടെ കാര്യം നോക്കി നടന്നാൽ പോരെ? അള്ളാഹുവിന്റെ മഹ്ശറാലോകത്ത് അല്ലെങ്കിൽ പാരത്രിക ലോകത്ത് രക്ഷപ്പെടാനുള്ള അമൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാതെ സ്വന്തം ജീവിതം മാത്രം നോക്കി നടക്കലാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. കാരണം ഈ നാവ് കൊണ്ട് നാളെ നരകത്തിലേക്ക് വീഴുമോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, നാവ് കൊണ്ട് നരകത്തിലേക്ക് വീഴുമോ എന്ന്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വഹൽ യകുബ്ബുന്നാസു അലാ മനാഖിരിഹിം ഇല്ലാ ഹസ്വായിദു അൽസിനതിഹിം, ജനങ്ങൾ നാളെ നരകത്തിലേക്ക് വീഴാൻ കാരണം അവരുടെ നാവ് കൊണ്ടുണ്ടാകുന്ന പിഴവുകളാണ്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ, നോമ്പെടുക്കാത്തതിന്റെ പേരിൽ, ഇതൊന്നുമല്ല നാളെ നരകത്തിൽ അകപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. നിസ്കാരമോ നമ്മുടെ നോമ്പോ ഒന്നുമല്ല. പിന്നെ എന്താണ്? നാളെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ അനുഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാവുകൾ സൂക്ഷിക്കാത്തതാണ്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഏറ്റവും കൂടുതൽ നരകത്തിൽ അകപ്പെടുന്നത് അവരുടെ നാവുകൾ സൂക്ഷിക്കാത്തത് കാരണത്താലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്, ലാ തുക്സിറുൽ കലാമ ഫീ ഗൈരി ദിക്രില്ലാഹ്, എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വായ തുറന്നാൽ മതി. പള്ളിയിലൊക്കെ ഉണ്ടാകും ചില ആളുകൾ അനാവശ്യമായി ഇങ്ങനെ ബടായി വിടുന്ന ആളുകൾ. പള്ളിയുടെ വരാന്തയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അവർക്ക് നിസ്കാരം നടന്നാലും പ്രശ്നമില്ല, നടന്നില്ലേലും പ്രശ്നമില്ല. അതേപോലെ തന്നെ വാല് നടന്നാലും പ്രശ്നമില്ല, നടന്നില്ലേലും പ്രശ്നമില്ല. വാല് നടക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒന്നും വിഷയമില്ല. പീഡികത്തിണ്ണയിൽ ഇരിക്കുന്നവർ, ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നവർ, പള്ളിയുടെ വരാന്തകളിൽ ഇരിക്കുന്നവർ, അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ ഇരിക്കുന്നവർ, ഓരോ മേഖലകളിൽ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇരിക്കുക. എന്നിട്ട് മറ്റുള്ളവന്റെ മാംസം, പച്ച മാംസം തിന്നുന്ന സ്വഭാവം. ഞാൻ പറയാം, നിങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ നിർത്തിവെച്ചേക്ക്, നിങ്ങളുടെ ഇബാദത്തുകൾ നിങ്ങൾ നിർത്തിവെച്ചേക്ക്, നിങ്ങളുടെ ആരാധനകളൊന്നും റബ്ബിന് വേണ്ട. നിസ്കരിക്കാത്തവൻ സ്വർഗത്തിലെത്തിയിട്ടില്ലേ? ഒരു റക്അത്ത് പോലും നിസ്കരിക്കാതെ, ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആൾ, ആ വ്യക്തിയെ മറമാടുന്ന സമയത്ത് മലക്കുകളുടെ ആധിക്യം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകളിൽ ഊന്നി നടന്നു.
വിരലുകളിൽ ഊന്നി നടന്നുനാണ്. ഒരു സുജൂദ് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. വലം യസ്ജുദ് സജദ, ഒരു സുജൂദ് പോലും ചെയ്യാതെ ഒരു സ്വഹാബി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, പരിശുദ്ധ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചു. യുദ്ധമുള്ള സമയമാണ്. ആ യുദ്ധത്തിൽ ഷഹീദായി മറമാടുന്ന സമയത്ത് മലക്കുകളുടെ അകമ്പടി, ഹൂറുൽ അകമ്പടി കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് മയ്യിത്ത് മറമാടുമ്പോൾ കാലിലൂന്നിങ്ങനെ വിരലിലൂന്നിങ്ങനെ നടന്നു എന്നാണ്. നമ്മുടെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകിയിട്ടുണ്ട്. അള്ളാഹു വ്യഭിചാരികളായ ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകിയിട്ടുണ്ട്. എന്നാൽ സദാസമയവും നിസ്കാരത്തിലായി നോമ്പ് നോറ്റ് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ച് ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി സ്വതക്ക നൽകി ജീവിച്ച ആളുകൾ അള്ളാഹുവിന്റെ ഭയാനകമായ നരകലോകത്തേക്ക് അള്ളാഹു വലിച്ചെറിഞ്ഞിട്ടുമുണ്ട്. നിസ്കാരം എന്നുള്ളത് നാമും നമ്മുടെ റബ്ബുമുള്ള തീരുമാനമാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ മാപ്പ് തരാം. അള്ളാഹു ഞാൻ നിസ്കരിച്ചു ഇല്ലേ, റബ്ബിനൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുറപ്പിക്കണമെങ്കിൽ നമ്മൾ നിസ്കരിച്ചേ പറ്റൂ. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണമെങ്കിൽ നമ്മൾ നിസ്കരിക്കണം. പക്ഷെ അള്ളാഹുവിന് നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് ഒന്നും കിട്ടാനില്ല. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ തീരെ നിസ്കാരമൊന്നുമില്ല, ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാവ് കൊണ്ടൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എങ്കിൽ, അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് മറ്റൊരാളുടെ ഗീബത്ത്, പച്ചമാംസം തിന്നാതെ, ഫസാദ് പറയാതെ, ഫിത്നയുണ്ടാക്കാതെ, നാട്ടിൽ കുഴപ്പങ്ങൾക്ക് നേതൃത്വം കൊടുക്കാതെ വളരെ മാന്യമായി നാട്ടിലെ ഇഷ്ടക്കാരായി ജീവിച്ച ഒരാൾ, ഇൻഷാ അല്ലാഹ് അത്തരം ആളുകൾ രക്ഷപ്പെടുമെന്നതിൽ സംശയമില്ല. കാരണം അവരുടെ ഇടപാട് അള്ളാഹുമായിട്ടുള്ള ഇടപാടാണ്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകൾ പരസ്പരം മാപ്പ് നൽകാതെ, പരസ്പരം പൊരുത്തപ്പെട്ടു കൊടുക്കാതെ അള്ളാഹു അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയേ ഇല്ല എന്നാണ്. അതുകൊണ്ട് സംസാരം നിയന്ത്രിച്ചേ പറ്റൂ. നാളെ നരകത്തിൽ കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാവാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. സ്വർഗം വേണോ? സ്വർഗത്തിന്റെ ടിക്കറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. സ്വർഗം വേണോ? സ്വർഗം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല അല്ലെ? എല്ലാവർക്കും സ്വർഗം വേണം. എന്നാ കേൾക്ക്, രണ്ട് കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, നിങ്ങളുടെ നാവ് ഹലാലിന് വേണ്ടിയല്ലാതെ ഉപയോഗിക്കൂല എന്ന ഉറപ്പ് വേണം. ഈ നാവ് കൊണ്ട് മറ്റൊരാളുടെ കുറ്റം ഞാൻ പറയില്ല. ഈ നാവ് കൊണ്ട് മറ്റൊരാളെ ഞാൻ ദ്രോഹിക്കുകയോ മറ്റൊരാളെ ഞാൻ വേദനിപ്പിക്കുകയോ ചെയ്യില്ല. ഈ നാവ് കൊണ്ട് ഗീബത്ത് പറയില്ല, കളവ് പറയില്ല, ഫിത്നയുണ്ടാക്കില്ല, ഫസാദ് ഉണ്ടാക്കില്ല. പൊതുവെ സമ്പന്നരായ ആളുകൾക്കിടയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുതലാളിക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല. ഈഗോയാണ് പ്രശ്നം. നമ്മുടെ കേരളക്കരയിലുള്ള പല മഹല്ലുകളിലും ഇങ്ങനെ പല പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കേരളക്കരയിലുള്ള പല മഹല്ലുകളിലും, ചില മഹല്ലുകളിലുള്ള പ്രശ്നം സംഘടനയാണെങ്കിൽ, ചില മഹല്ലുകളിലുള്ള പ്രശ്നം രാഷ്ട്രീയമാണെങ്കിൽ, എന്നാൽ ഒരു രാഷ്ട്രീയമില്ല, സംഘടന ഒന്നാണ്, രാഷ്ട്രീയം ഒന്നാണ്. എന്നാൽ അത്തരം മഹല്ലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നം മുതലാളിമാർക്കിടയിലുള്ള ഈഗോ പ്രശ്നമാണ്. ഒരാൾക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല, ഇയാൾക്ക് ഇയാളെ കാണാൻ കഴിയില്ല. മറ്റൊരാളുടെ വളർച്ചയെ അസൂയയോടെ കണ്ട് പാരവെക്കുന്ന സംവിധാനങ്ങൾ, ഫിത്ന പറയുന്ന സംവിധാനങ്ങൾ, ജീവത്തുണ്ടാക്കുന്ന സംവിധാനങ്ങൾ, നാട്ടിലങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ നമ്മുടെ ശ്രോതാക്കളിൽ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകളിലുണ്ടെങ്കിൽ ഈ നാവ് സൂക്ഷിക്കാതെ ഒരു കാരണവശാലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേ വേണ്ട. നിസ്കാരം കൊണ്ട് രക്ഷപ്പെടൂല. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ മഹ്ശറാലോകത്ത് ഒരാളും രക്ഷപ്പെടുത്താനില്ലാത്ത ആ ലോകത്ത് ആരാണോ അവന്റെ നാവിനെയും അവന്റെ ഹൃദയത്തെയും സൂക്ഷിച്ച് പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, കുറുമ്പില്ലാത്ത സന്മനസ്സുമായി ആരാണോ ജീവിച്ചു തീർത്തത് അവര് മാത്രമേ നാളെ വിജയിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ആണയിട്ട് പറയുമ്പോൾ എന്തിനാണ് മുഅ്മിനീങ്ങളെ മറ്റുള്ളവരുടെ വിഷയം നമ്മൾ ഇടപെടുന്നത്? ലാ തുക്സിറുൽ കലാം
അങ്ങനെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ നാവിലൂടെ വരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്ക്, വായ തുറക്കരുത്, നാവ് എടുക്കരുത്, സംസാരിക്കരുത്. ലാ തുക്സിറുൽ കലാമ ഫീ ഗൈരി ദിക്രില്ലാഹ്. നാവ് തുറന്നാൽ, വായ തുറന്നാൽ അല്ലാഹുവിന്റെ ദിക്റായിരിക്കണം അതിൽ വരേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, ഭാര്യയുമായിട്ടുള്ള സംസാരം, മസ്ലഹത്തിന്റെ സംസാരം, ഏറ്റവും നല്ല വാക്കുകളല്ലാതെ നമ്മുടെ വായയിൽ നിന്ന് വരാനേ പാടില്ല. അങ്ങനെ വന്നുപോയാലോ ഫതഖ്സുവ ഖുലൂബകും, നിങ്ങളുടെ ഹൃദയം കടുത്തുപോകും, ഹൃദയം കാഠിന്യമുള്ളതാകും, ഖസ്വത്തുൽ ഖൽബുണ്ടാകും. ഫഇന്നൽ ഖൽബൽ ഖാസി ബഈദും മിനല്ലാഹ് വലാകിൻ ലാ തഅലമൂൻ. അങ്ങനെ ഹൃദയം കടുത്തുപോയാൽ നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. വലാകിൻ ലാ തഅലമൂൻ, നമ്മൾക്കറിയില്ലാതെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പെടുക്കുന്നുണ്ടാകും, സ്വതക കൊടുക്കുന്നുണ്ടാകും. പക്ഷേ ഹൃദയം കടുത്തത് കാരണം, നാവ് സൂക്ഷിക്കാത്തത് കാരണം അല്ലാഹുവിൽ നിന്ന് നമ്മൾ അകന്നകന്നകന്നകന്നു പോകുമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, വലാ തൻളുറു ഫീ ദുനൂബിന്നാസ്, ജനങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ നോക്കേ വേണ്ട, ജനങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ നോക്കേ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ മക്കളുടെ തെറ്റുകൾ നോക്കിയാൽ മതി. യാ അയ്യുഹന്നാസ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ജനങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരമാണ് ആദ്യം നോക്കേണ്ടത്, പിന്നെ നിങ്ങളുടെ ഭാര്യ, പിന്നെ നിങ്ങളുടെ മക്കൾ. ഇത് മാത്രമാണ് നിങ്ങൾ ഏൽപ്പിച്ചത്. നിങ്ങൾ മറ്റുള്ളവന്റെ കുറവും കുറ്റവും നോക്കി നടക്കരുത്. ലാ തൻദുറു വലാ തൻദുറു ഫീ ദുനൂബിന്നാസ്, ജനങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ നോക്കി നടക്കരുത്. പ്രസിഡന്റ് ആയാലും ശരി, സെക്രട്ടറി ആയാലും ശരി, നാട്ടിലുള്ള കമ്മിറ്റിക്കാരായാലും ശരി, പാർട്ടി ആയാലും ശരി, സംഘടനയായാലും ശരി, ആര് കുടുംബക്കാരായാലും ശരി, ചങ്ങാതിമാരായാലും ശരി, ആരും ആയിക്കോട്ടെ, നമ്മൾ അവരുടെ വിഷയത്തിൽ അവരുടെ തെറ്റ് നോക്കി നടക്കണ്ട. നമ്മൾക്ക് തെറ്റ് നോക്കി നടക്കാൻ ചില ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാരെ? ഒന്ന് നമ്മുടെ ഭാര്യ. നമ്മുടെ ഭാര്യയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുമ്പോ അത് നമ്മളാണ് നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ മക്കളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുമ്പോ അത് നമ്മളാണ് തിരുത്തി കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ ഒരു ആയത്ത് കേട്ട് ബോധം കെട്ട് വീണ് മരിച്ചുപോയ സ്വഹാബിയുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഊ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ശക്തമായി ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണം, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം. എന്തിൽ നിന്ന്? വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെ. എന്തിൽ നിന്ന്? നാറാ, തീയിൽ നിന്ന്, നരകത്തിൽ നിന്ന്. നബിയെ പറഞ്ഞു കൊടുക്ക്, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ തീ ഭയാനകമാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. നരകത്തിന്റെ തീയെ സഹിക്കാൻ കഴിയാത്ത അസഹനീയമായ ചൂടാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ആ നരകത്തിലകപ്പെടാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളെയും നോക്കിയാൽ മതി. വഖൂദുഹൻ നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ വിറക് കൊള്ളികൾ മനുഷ്യരാണ്. ഏതെങ്കിലും കമ്പുകൾ, ഏതെങ്കിലും മരത്തിന്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് അവിടെ തീ കൂട്ടുന്നത് പോലെ അല്ലാഹു നരകത്തിന്റെ തീജ്വാലകൾക്ക് ശക്തി പകരുന്നത് നമ്മെ വിറകുകളാക്കിയിട്ടാണ്. മനുഷ്യന്റെ കാല് പിടിച്ച് നേരെ തീയിലേക്ക് വെക്കുമ്പോൾ തീജ്വാലകൾ ആളിക്കത്തുമെന്നാണ്. ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ എന്ന് അല്ലാഹുവിനോട് നരകം ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നരകത്തിന്റെ കത്തിയാളുന്ന തീ ലോകത്ത് നിന്ന്, ഭയാനകമായ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്റെ കുറവാണ് നോക്കേണ്ടത്, എന്റെ ഭാര്യയുടെ കുറവാണ് നോക്കേണ്ടത്, എന്റെ മക്കളുടെ കുറവാണ് ഞാൻ നോക്കേണ്ടത്. എന്നിട്ട് അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്. അല്ലാതെ നാട്ടുകാരുടെ, നാട്ടിലുള്ള മറ്റുള്ള വ്യക്തികളുടെ കുറ്റവും കുറവും നോക്കി നിങ്ങൾ നടക്കരുത് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം നമ്മോട് പഠിപ്പിക്കുകയാണ്. വൻളുറൂ ഫീ ദുനൂബികും കഅന്നകും അബീദ്, ഒരു അടിമ തെറ്റുണ്ടോ മുതലാളി കാണുവോ, എന്റെ യജമാനൻ എന്നെ ശ്രദ്ധിക്കോ, ഞാൻ ചെയ്ത ജോലി ശരിയായിട്ടില്ലേ, ഞാൻ പാചകം ചെയ്ത കറി അതിന് ടേസ്റ്റ് ഇല്ലേ എന്നിങ്ങനെ സ്വന്തം വീഴ്ചകൾ അടിമകൾ നോക്കുന്നത് പോലെ
നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കൂ, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നോക്കുവീൻ. നിങ്ങൾ നിങ്ങളുടെ ദോഷത്തെ നോക്ക്. ഏതുപോലെ? നിങ്ങൾ അടിമകളെ പോലെ ജീവിക്കും. മുതലാളിമാരെ പോലെ ജീവിക്കണ്ട, അർഭാക്കന്മാരെ പോലെ ജീവിക്കണ്ട, രാജാക്കന്മാരെ പോലെ ജീവിക്കണ്ട. നിങ്ങൾ അടിമകളെ പോലെ ജീവിച്ച് നിങ്ങളുടെ കുറവുകൾ കണ്ടെത്തും. എന്നിട്ട് പറയാണ്, ജനങ്ങൾ പരീക്ഷിക്കപ്പെട്ടവരാണ്. ചില ആളുകൾ പരീക്ഷിക്കപ്പെട്ടവരാണ്. എങ്ങനെയൊക്കെ പരീക്ഷണങ്ങളുണ്ട്? സാമ്പത്തികമായ പരീക്ഷണങ്ങളുണ്ട്. വീടെടുക്കാൻ കഴിയാത്തവരുണ്ട്. കല്യാണത്തിന്റെ പ്രായമായി 40 വയസ്സായിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്തവരുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാത്തവരുണ്ട്. എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങളുടെ മകളുടെ മകന്റെ ഒരു കാര്യം പറഞ്ഞു. എങ്ങനെയാണ്? ആലോചിക്കണം. നമ്മൾക്കൊക്കെ അല്ലാഹു നൽകിയ നിഅമത്തുകൾ എത്രയെന്ന് ആലോചിക്കാൻ വേണ്ടി ഞാനിതൊന്ന് പറഞ്ഞു തരട്ടെ മുഅ്മിനീങ്ങളെ. പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ചുണ്ടുകൾ മൂക്കിലാണ്. പ്രസവിക്കുന്ന സമയത്ത് ചുണ്ടില്ല, ചുണ്ടുകൾ മൂക്കിലാണ്. ഞാൻ കണ്ടു ആ കുഞ്ഞിന്റെ ഫോട്ടോ. എന്നിട്ട് ഓപ്പറേഷനുകൾക്ക് വിധേയായി ആ കുഞ്ഞിന്റെ ചുണ്ട് മൂക്കിൽ നിന്നെടുത്ത് ആ ചുണ്ടിപ്പോൾ യഥാസ്ഥാനത്ത് നിന്ന് ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ചുണ്ടിൽ നിന്ന് പുതുതായിട്ടൊരു പല്ല് വന്നിരിക്കുകയാണ്. നമ്മുടേതൊക്കെ മോണയിൽ നിന്നാണ് പല്ല് വരുന്നതെങ്കിൽ ചുണ്ടിൽ നിന്ന് പല്ല് വന്നിരിക്കുകയാണ്. ഇനിയും 6ഓളം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്, അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്, അല്ലാഹുവേ ഇത്തരം പരീക്ഷണങ്ങൾ നൽകല്ല റബ്ബേ. ഞാൻ ചോദിക്കട്ടെ, മക്കളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട്, ഇങ്ങനെ ഒരു മക്കളെ കിട്ടുമ്പോൾ നമ്മൾക്ക് എത്രത്തോളമാണ് വിഷമമുണ്ടാവുക, എത്രത്തോളം പ്രയാസങ്ങളാണ് നമ്മൾക്കുണ്ടാവുക. അപ്പൊ അല്ലാഹു മക്കളെ തന്നില്ലല്ലോ, ഇങ്ങനെ ഒരു മക്കളെ തരാതിരിക്കലല്ലേ ആശ്വാസം. അതുകൊണ്ട് മക്കളില്ലാത്ത ആളുകൾ അവരുടെ പ്രയാസങ്ങൾ തീരാറില്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, മക്കളെ കാത്തുനിന്ന് എന്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിഞ്ഞു, ഭാര്യ ഗർഭിണിയായി, എന്നിട്ട് പ്രസവം കഴിഞ്ഞു. നല്ലൊരു കുഞ്ഞിന് അല്ലാഹു നൽകി. 6 മാസമാകുമ്പോഴേക്കും ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് സുപ്രഭാതത്തിൽ ഉണരുന്നില്ല, രാവിലെ ഉണരുന്നില്ല. എത്രയായിരിക്കും ആ മാതാവിന്റെ വേദന. എന്നാൽ വേറെ ഒരാൾ കല്യാണം കഴിഞ്ഞു, ഗർഭിണിയായി, ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുകയുണ്ടായി. ആ കുഞ്ഞിനെ ഒന്ന് ജീവനോടെ കാണാനോ ഉമ്മ വെക്കാനോ ഭാഗ്യമില്ലാതെ 10 മാസക്കാലം ഗർഭം ചുമന്നിട്ട് പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിച്ചുപോയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, ചുറ്റുഭാഗങ്ങളിലുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ അല്ലാഹു ഓരോ ആളുകൾക്ക് നൽകുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെക്കാളും പ്രയാസമുള്ള ആളുകളെ ഓർത്തുകൊണ്ട് ആശ്വസിക്കുകയാണ് വേണ്ടത്. ജനങ്ങളൊക്കെ പരീക്ഷിക്കപ്പെടുന്നവരാണ്. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ പരീക്ഷിക്കാനല്ലയോ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة. അല്ലാഹു ജീവിതവും അല്ലാഹു ജനനവും മരണവും സൃഷ്ടിച്ചത്. ചില ആളുകൾ ജീവിക്കുന്നു, ചില ആളുകൾ മരിക്കുന്നു, ചില ആളുകൾ ജനിക്കുന്നു, എന്നാൽ അതേ വീട്ടിലെ ചില ആളുകൾ മരിച്ചു പോകുന്നു. എന്തിനാണ് ഈ മരണവും ജനനവും? അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. മരണവും അതേപോലെ തന്നെ ജീവിതവും അല്ലാഹു സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്നറിയാനാണ്. ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആരാണെന്നറിയാനാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചില ആളുകളെ മരിപ്പിക്കുന്നത്, ചില ആളുകളെ ജീവിപ്പിക്കുന്നത്. അല്ലാഹുവിനെ വിശാലമായി മഹ്ശറാ ലോകത്ത് ഒരുമിച്ച് കൂടുന്നത് പോലെ എല്ലാവരെയും ഒന്നിച്ച് ജീവിപ്പിച്ചുകൂടെ? ഇങ്ങനെ ആയിക്കൂടെ? മഹ്ശറാലോകത്ത് ഒരുമിച്ച് കൂടുന്നത് പോലെ, മഹ്ശറാലോകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് പോലെ എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം, എന്നിട്ട് ഒന്നിച്ച് മരിച്ചു പോകാനുള്ള അവസരം അള്ളാഹുവിന് നൽകാൻ കഴിയാഞ്ഞിട്ടല്ല. പിന്നെയോ അള്ളാഹു ഇങ്ങനെ ചില ആളുകൾ മരിക്കുന്നത് കാണാൻ, ചില ആളുകളുടെ മരണങ്ങൾ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് പാഠമാവാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ചില ആളുകളെ മരിപ്പിക്കുകയും ചില ആളുകളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു 60 വയസ്സായ ഒരാൾ, അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ, തനിക്കൊരു കുഞ്ഞ് ലഭിച്ചാൽ, തന്റെ കുടുംബത്തിലൊരു കുഞ്ഞുണ്ടായാൽ, ആ കുഞ്ഞിനെ കാണുമ്പോൾ ഇവന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, അല്ലാഹുവേ ഞാനും ഇതേപോലെ ഒരു കുഞ്ഞായി ജനിച്ചവനല്ലയോ? ഇന്നെന്റെ പ്രായം 60 ആണ്, ഇന്നെന്റെ പ്രായം 70 ആണ്.
എന്നുള്ളതാണ്. ഇനി എനിക്ക് എത്ര കാലമാണ് ജീവിക്കാൻ അവസരമുണ്ടാവുക എന്നറിയില്ല. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ ചിന്തിക്കാനാണ് അല്ലാഹു മരണവും ജീവിതവും നമ്മൾക്ക് നൽകിയത്. ഖൈറുക്കും മൻ താല ഉംറുഹു വഹസുന അമലുഹു. നമ്മളിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ഖൈറുക്കും, നമ്മളിൽ ഏറ്റവും നല്ലവർ മൻ താല ഉംറുഹു, ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. ഒരുപാട് കാലം ജീവിക്കണം. 90 വയസ്സായാലും ശരി, 100 വയസ്സായാലും ശരി, 110 വരെ പോയാലും ശരി, അങ്ങനെ ദീർഘായുസ് അല്ലാഹു ഒരാൾക്ക് നൽകി. വഹസുന അമലുഹു, അങ്ങനെ ജീവിതമാസകലം നന്മ മാത്രം ചെയ്ത് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ അയാളാണ് നമ്മളിലെ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ 40 വയസ്സിൽ മരിച്ചു, പിന്നൊരാൾ 60 വയസ്സിൽ മരിച്ചു. ആരാ ഏറ്റവും നല്ലവർ? ആരാണ്? രണ്ടുപേരുടെയും അമലുകൾ ഒരേപോലെ. 40 വയസ്സായ ഒരാൾ മരിച്ചുപോയി, 60 വയസ്സായ ഒരാളും മരിച്ചുപോയി. എന്നാൽ രണ്ടുപേരും അമല് ചെയ്തത് ഒരുപോലെയാണ്. 60 വയസ്സ് വരെ ജീവിച്ച ആളാണ് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നത്. എന്തേ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഉന്നതമായ ദറജ ലഭിക്കുന്നത് എന്തേ? അയാൾക്ക് 20 റമദാൻ കൂടുതൽ കിട്ടിയില്ലയോ? 20 ലൈലത്തുൽ ഖദർ കൂടുതൽ കിട്ടിയില്ലയോ? ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 83 ആയുസ്സല്ലയോ? ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 83 വയസ്സല്ലയോ മുഅ്മിനീങ്ങളെ? അപ്പൊ കുറച്ചു കാലം ജീവിച്ചിട്ട് ഒരാൾ ജീവിതമാസകലം പ്രായപൂർത്തിയെത്തിയത് മുതൽ നന്മ മാത്രം ചെയ്തൊരാൾ ജീവിച്ചു 40 വയസ്സ് വരെ ജീവിച്ചു മരിച്ചുപോയി. മറ്റൊരാൾ 80 വയസ്സ് വരെ ജീവിച്ചു മരിച്ചുപോയി. ഇങ്ങനെയുള്ള ആളുകൾ 80 വയസ്സ് വരെ ജീവിച്ചുപോയി മരിച്ചുപോയാലും ഇങ്ങനെയുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ് ലഭിച്ച ആളാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും സ്ഥാനമുണ്ടാകുന്നത്. അതിന് കാരണം ഒരുപാട് കാലം ജീവിക്കുകയും ഒരുപാട് നന്മ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഞാൻ പറയട്ടെ, ഇനി ഏറ്റവും മോശക്കാരായ ആളുകൾ ആരാണ്? ശർറുക്കും മൻ ത്വാല ഉംറു. ഒരുപാട് ദീർഘായുസ് അല്ലാഹു നൽകി, പക്ഷേ ആ ജീവിതത്തിൽ നന്മ ചെയ്തേയില്ല, തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിച്ചു. ജീവിതത്തിൽ ഫിത്നയും ഫസാദും മാത്രമാണ്, ആരാന്റെ കുറവുകൾ മാത്രമാണ്, നന്മകൾ ചെയ്തില്ല. അയാളാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മോശക്കാരനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്തോളം നന്മ ചെയ്ത് ജീവിക്കാൻ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. എല്ലാ നിസ്കാര ശേഷവും ഒരു ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർകൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്. അല്ലാഹുവേ, നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വതർകൽ മുൻകറാത്തി, തിന്മ ചെയ്യാതെ തിന്മയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരെ സ്നേഹിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. പാവങ്ങളോടൊരു മമത വേണം റബ്ബേ, പാവങ്ങളോടൊരു സ്നേഹം വേണം റബ്ബേ. ലോകത്തിന്റെ നിലനിൽപ്പ് പാവങ്ങളുടെ കൈകളിലാണ്. ലൗലൽ ഫുഖറാ, നാട്ടിൽ പാവങ്ങളായ മിസ്കീന്മാരായ ദരിദ്രരായ ആളുകളില്ലായിരുന്നുവെങ്കിൽ എന്നേ ഈ ലോകം തകരുമെന്നായിരുന്നു. നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് നൽകാനുള്ള കാരണം, നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം നൽകാനുള്ള കാരണം, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് നൽകാനുള്ള കാരണം പാവങ്ങളായ ആളുകളാണ്, ളഅഫായ ബലഹീനരായ ദരിദ്രരായ ആളുകളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനോടെന്നും ദുആ ചെയ്യുക. ആകെ ദുആ ചെയ്യുന്നത് അല്ലാഹുവേ എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, അല്ലാഹുവേ എന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നല്ല വീട് വെക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, മക്കളെ നൽകണേ അല്ലാഹ് എന്നിങ്ങനെ ദുആ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു ദുആവും നമ്മൾ കൂട്ടിച്ചേർക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്. അല്ലാഹുവേ, നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വതർകൽ മുൻകറാത്ത്, അല്ലാഹുവേ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരെ സ്നേഹിക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്നിങ്ങനെ അല്ലാഹുവിനോട് നന്മ ചെയ്ത് ജീവിക്കാൻ ദുആ ചെയ്യുക. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്ന വിഷയം വഇന്നമന്നാസു മുബ്തലം വമുആഫാ. ജനങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും, ചില ആളുകൾക്ക് അല്ലാഹു ആരോഗ്യം നൽകും, സന്തോഷം നൽകും. ഫർഹമൂ
അഹ്ലൽ ബലാ, എന്നാൽ പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം, അവരെ നിങ്ങൾ സ്നേഹിക്കണം. വഹ്മിദുല്ലാഹ അലൽ ആഫിയ, അല്ലാഹു നിങ്ങൾക്ക് തന്ന സുഖങ്ങളെ ഓർത്ത് അല്ലാഹുവിനെ നിങ്ങൾ സ്തുതിക്കണമെന്നും മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. ഇനി കേൾക്ക്, ഇനി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു ഹദീസുണ്ട്. ദാവൂദാജി നിർത്താനായ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു മജ്‌ലിസിനോട് ആദ്യം നടത്തിക്കോളൂ. ഞാൻ നിർത്താനേതായാലും നിർത്തുന്നില്ല. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ, അല്ലാഹു ഒരു അടിമയ്ക്ക് നന്മ ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹു ഒരു അടിമയ്ക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, അഥവാ അല്ലാഹുവിന് നമ്മളോട് സ്നേഹമുണ്ടായാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ തരുമെന്നാണ്. വലിയൊരു പോയിന്റാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് അനുഭവിക്കാൻ കഴിയും. അല്ലാഹുവിന് നമ്മളോട് സ്നേഹമാണെങ്കിൽ, അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, ദുനിയാവിൽ തന്നെ അല്ലാഹു ശിക്ഷ നൽകുമെന്നാണ്. വീട്ടിൽ നിന്നിറങ്ങിയ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്താൽ ആ തെറ്റിനുള്ള ശിക്ഷ വീട്ടിലെത്തുമ്പോൾ ഭാര്യ തരും. അത് നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിക്കോളൂ. നമ്മളൊരു തെറ്റ് പുറത്തുനിന്ന് ചെയ്തു, അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ തെറ്റിനുള്ള ശിക്ഷ വീട്ടിലെത്തിയാൽ ഭാര്യ തരും. ഭാര്യ എന്തെങ്കിലും വിഷയം പറഞ്ഞ് നമ്മളുടെ സ്വൈര്യം നഷ്ടപ്പെടുത്തും, അന്ന് രാത്രി മര്യാദക്ക് ഉറങ്ങാൻ കഴിയില്ല. പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയായിട്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ ശിക്ഷ തരുന്നത്. ഒരു സ്വഹാബി ജാഹിലിയ കാലത്ത് സ്നേഹിച്ചിരുന്ന പരിചയമുള്ള ഒരു പെണ്ണ് ഒരു വഴിയിലൂടെ പോകുന്നത് കണ്ടപ്പോ ആ പെണ്ണിനെ തന്നെ ഇങ്ങനെ നോക്കി. പെണ്ണ് പാസ്സായി, പെണ്ണ് പോയി. അങ്ങനെ പെണ്ണ് പോയപ്പോ തിരിഞ്ഞിങ്ങനെ നോക്കി നടന്നു. പെട്ടെന്ന് ഒരു ചുമരിലേക്ക് നെറ്റി തട്ടി നെറ്റിയിൽ നിന്ന് രക്തം വന്നു. നബി തങ്ങൾ ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പൊ പറഞ്ഞു, നബി സംഭവം ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹു ഒരു അടിമയ്ക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, ദുനിയാവിൽ തന്നെ അല്ലാഹു അതിന് ശിക്ഷ നൽകുമെന്നാണ്. നമ്മളൊരു ഹറാമ് കണ്ടു, വേണ്ടാത്തൊരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടായാൽ നമ്മുടെ ഭാര്യമാരിലൂടെയോ നമ്മുടെ മക്കളിലൂടെയോ അല്ലാഹു അതിന് ശിക്ഷ നൽകുമെന്നാണ്. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്താൽ വീഴുകയോ എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനോ നമ്മൾക്കുണ്ടാവും. അങ്ങനെ അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകും. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, ഇനി ഒരു അടിമയ്ക്ക് അല്ലാഹു ശർറാണ് ഉദ്ദേശിക്കുന്നത്, അയാളോട് അല്ലാഹുവിന് യാതൊരു സ്നേഹമില്ല എങ്കിൽ അംസക അൻഹു ബിദംബിഹി, അയാൾ ദുനിയാവിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കും. അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല, ബാധ്യതകൾ ഉണ്ടാവൂല, ടെൻഷൻ ഉണ്ടാവൂല, ജീവിതത്തിൽ മക്കളിലൂടെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവൂല, ഭാര്യമാരിലൂടെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവൂല. എല്ലാം അല്ലാഹു തആല ആഖിറത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇതിനെല്ലാം പകരം വീട്ടുമെന്നാ പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇതിനെല്ലാം പകരം വീട്ടുമെന്നാ പറഞ്ഞത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കേണ്ടവരാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലാണ് നമ്മുടെ നന്മയും തിന്മയും അല്ലാഹു കണക്കാക്കി നോക്കുന്നത്. ഫമാ സുഹ്സിഹ അനിൻ നാർ, ആരാണോ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകം ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ, ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ. നരകത്തിൽ ഒരു സെക്കൻഡ് കിടക്കാതെ സ്വർഗം കിട്ടണം. നരകത്തിൽ കിടന്നിട്ട് എല്ലാവരും സ്വർഗത്തിലെത്തുന്ന ഉറപ്പാണ് മുസ്ലിമീങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയവർ സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പാണ്.
പക്ഷേ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം നമ്മൾക്ക് കിട്ടണം. ആ സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ കണ്ണുകളിലൂടെ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട്. ആ സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ കണ്ണുകളിലൂടെ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട്. ഏതൊക്കെയാണ് ആ മനുഷ്യന്മാർ? ഒരു സെക്കൻഡ് പോലും നരകമില്ലാതെ അള്ളാഹു നരകത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തി സ്വർഗം ലഭിക്കുന്ന വിഭാഗമാരാണ്. ഒന്ന്, ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട്, ഏകാന്തനായി ഇരുന്നു കൊണ്ട്, ആരാരും കാണാതെ ഒറ്റയ്ക്കൊരു മുറിയിലോ വിജനമായ സ്ഥലത്തോ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിന്റെ ഖബറിന്റെ ശിക്ഷയോർത്ത്, അള്ളാഹുവിന്റെ നരകത്തെ ഓർത്തുകൊണ്ട് കരയുന്ന ആളുകൾ ഒരു ഈച്ചയുടെ തലയുടെ കണക്ക കണ്ണുനീർത്തുള്ളി കണ്ണിൽ നിന്നിറ്റ് വീണാൽ അള്ളാഹു അവരെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടത്തൂല എന്നാണ്. വഅൈനുൻ സഹറത്, അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണുകൾ. ഒന്നുകിൽ അള്ളാഹുവിന്റെ ധർമ്മ സമരത്തിൽ രാത്രി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കാവൽ നിന്നവർ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാതെ സുബഹി വരെ നിസ്കരിച്ചവർ, ഖിയാമുൽ ലൈൽ ഒരു രാത്രിയെങ്കിലും തീരെ കണ്ണടക്കാതെ തീരെ ഉറങ്ങാതെ അള്ളാഹുവിന് വേണ്ടി ഖിയാമുൽ ലൈൽ നിസ്കരിച്ച ആളുകൾ, അവരും നാളൊരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമതായി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വഅൈനുൻ ഗല്ലത് അൻ മഹാരിമില്ലാഹ്, ഹറാം കാണുമ്പോൾ കണ്ണ് ചിമ്മിക്കളയുന്നവർ. ഹറാം കാണും മനുഷ്യൻ നടക്കുന്ന വഴിയിലൂടെ, പോകുന്ന സഞ്ചരിക്കുന്ന പാതയിലൂടെ, മൊബൈലിലൂടെ, ടിവിയിലൂടെ ഹറാമുകൾ കണ്ടേക്കാം. റോഡിന്റെ ഇരുവശങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ കാണാം, അതുപോലെ തന്നെ പോസ്റ്ററുകൾ കാണാം. ടിവി തുറന്നാൽ സിനിമ കാണാം, സീരിയൽ കാണാം, പരസ്യങ്ങൾ കാണാം. അങ്ങനെ ഹറാം കാണുമ്പോൾ ഇത് ഹറാമാണെന്ന ചിന്തയോടെ, ഇതെനിക്ക് പാടില്ല എന്ന ചിന്തയോടെ അള്ളാഹുവിനെ പേടിച്ചൊരാൾ കണ്ണ് ചിമ്മിക്കളഞ്ഞാൽ അള്ളാഹു അതിന്റെ പേരിൽ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം ലഭിക്കാൻ അള്ളാഹു അവസരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൂന്ന് കണ്ണുകളിൽ ഒരാളെങ്കിലും ആവാൻ നമ്മൾ ശ്രമിക്കണം. മൂന്ന് കണ്ണുകളിൽ ഒരാളെങ്കിലും ആവാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ആരാണോ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നരകത്തിൽ കിടക്കാതെ പ്രവേശിക്കപ്പെടുന്ന ആളുകൾ, ഫഖദ് ഫാസ്, അവര് മാത്രമേ വിജയിച്ചുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അങ്ങനെ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് കിടക്കാതെ സ്വർഗം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹു നമ്മൾക്ക് അവസരം നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ ആദ്യമായി ഞാൻ ഓതിവെച്ച ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, നിങ്ങൾക്ക് ഞാൻ പേടിക്കൊണ്ട്, ഭയം കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. പുറത്തിറങ്ങാൻ പേടിയുണ്ടാവും നിങ്ങൾക്ക്. ഞാൻ പറയട്ടെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിയമങ്ങളെല്ലാം നമ്മൾക്കെതിരെയാവുക. സ്വാഭാവികമായി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബം പോയി ഇത് അസ്വാഭാവിക മരണമാണ്, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞാൽ നിയമപാലകരും കോടതിയുമെല്ലാം അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മത്സരിക്കാറുണ്ട്. എന്നാൽ ആത്മഹത്യയാണെന്ന് വളരെ ഉറപ്പായ സംഭവമാണ് നമ്മുടെ CM ഉസ്താദിന്റെ മരണം. ആത്മഹത്യയാണെന്ന് ഉറപ്പാണ്. അതിനുള്ള തെളിവുകൾ ഒന്നിന് പിറകെ ഒന്നായി വളരെ വ്യക്തമായ തെളിവുകൾ സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടോ അധികാരത്തിന്റെ തിണ്ണമെടുക്കുകൊണ്ടോ സമ്പത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ വലുപ്പം കൊണ്ടോ നോട്ടുകെട്ടുകളുടെ വലുപ്പം കൊണ്ടോ മഹാനായ CM ഉസ്താദിന്റെ ആ ദുരൂഹമായ മരണത്തെ ആത്മഹത്യയാക്കി ചിത്രീകരിക്കാനാണ് നമ്മുടെ നിയമപാലകരും അതുപോലെ നമ്മളുമായി ബന്ധമുള്ള പല ആളുകളും ശ്രമിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരാൾ ഒരു വീട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ആത്മഹത്യയാണെന്ന് പറഞ്ഞാൽ അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നവർ എന്തേ നമ്മുടെ CM ഉസ്താദിന്റെ വിഷയത്തിൽ ഇത്രയും താല്പര്യം കാണിക്കാത്തത്? എവിടെ പോയി നമ്മുടെ നേതാക്കന്മാർ? ഇതിനു വേണ്ടി ശബ്ദിക്കേണ്ടത് നമ്മുടെ നേതാക്കന്മാരല്ലയോ? ഇതിനു വേണ്ടി ശബ്ദിക്കേണ്ടത്, നിയമപരമായി ശബ്ദിക്കേണ്ട നമ്മുടെ ഭരണകൂടം എവിടെ? നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെവിടെ? കൂടെ നിൽക്കേണ്ടവർ പോലും മാറി നിന്ന് മഹാനായ CM ഉസ്താദിന്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാത്തത് വളരെ പേടിപ്പെടുത്തുന്ന വിഷയമാണ്, വളരെ വേദന നൽകുന്ന വിഷയമാണ്. അതേപോലെ വടകര ഭാഗത്തുള്ള ഒരു സഹോദരൻ ഷംന എന്ന് പറയുന്ന പൊന്നുമോൾ ഡോക്ടർമാരുടെ
ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം മരിച്ചു പോവുകയും 2 വർഷക്കാലമായ ആ പിതാവ് തന്റെ മകളുടെ നീതിക്ക് വേണ്ടി പോരാടി ഇന്ന് ആ സഹോദരൻ മസ്കറ്റിൽ വെച്ച് മരിച്ചു പോവുകയാണ്. നമ്മുടെ ആദരണീയരായ ശൈഖുനാ ചേലക്കാട് ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമാണ് നമ്മുടെ അഭിവന്ദനായ ശൈഖുനാ ചേലക്കാട് ഉസ്താദ് അവർകൾ. അപ്പോൾ ഞാനിനി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു നമ്മൾക്ക് പരീക്ഷണങ്ങൾ നൽകുമെന്നാണ്. എങ്ങനെ പേടി, പുറത്തിറങ്ങാൻ പേടി, അടിച്ചു കൊല്ലുമോ? മദ്രസ വിദ്യാർത്ഥിയെയാണ് യാതൊരു കാരുണ്യമില്ലാതെ അടിച്ചു കൊന്നത്. മുസ്ലിമീങ്ങളായ ആളുകളെ മുസ്ലിം ആണ് എന്നതിന്റെ പേരിൽ നിരന്തരമായി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ദുരൂഹമായ കൊലപാതകങ്ങളുടെ കഥകളും വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തും, നിങ്ങൾക്ക് ഞാൻ പട്ടിണി തരും, പട്ടിണി കിടക്കേണ്ടി വരും, നിങ്ങളുടെ സാമ്പത്തികമായ ബാധ്യതകളും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും നിങ്ങൾക്ക് നൽകും, നിങ്ങളുടെ ശരീരങ്ങളിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, കൃഷിയിലൂടെ, ഫലങ്ങളിലൂടെ. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഓർത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവർ, കടം ബാധ്യതയുണ്ടായി വലിയ കോടീശ്വരന്മാർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെയാവുകയാണ്. സമ്പത്ത് മുഴുവനും പല കേസുകളിൽ അകപ്പെട്ട് മുഖം നോക്കി പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കോടീശ്വരന്മാരറിയാം. പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് അവര് വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ. അത്തരം സാഹചര്യങ്ങളിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ ചൊല്ലി അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ആ കരുത്തും തന്റെ ഇടവും വബദനുൻ അലൽ ബലാഇ സ്വാബിർ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള ശരീരവും നമ്മൾക്കുണ്ടാവണം. ഓരോ പരീക്ഷണങ്ങളും അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനാണെന്ന്. എന്ത് രോഗം വന്നാലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന ചില രോഗങ്ങളെ കുറിച്ച്, ഏതെങ്കിലും ഒരു മുഅ്മിൻ ഒരു പരീക്ഷണം, ഒരു രോഗം എന്തെങ്കിലും അയാൾ അനുഭവിക്കേണ്ടി വന്നാൽ അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അയാളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമായിട്ടാണ് നൽകുന്നത്. ഒരൊറ്റൊരു ഹദീസ് കൂടി, ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടായാൽ, നമ്മൾക്കൊരു ക്ഷീണമുണ്ടാവുന്നു, പെട്ടെന്നൊരു തളർച്ച, പെട്ടെന്നൊരു ക്ഷീണം, ഉന്മേഷക്കുറവ്, ആ സമയത്ത് നമ്മൾ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും ഒരു രോഗം, തലവേദന, പല്ലുവേദന, നടുവേദന, വല്ല രോഗങ്ങളും നമ്മൾക്കുണ്ടായി, അപ്പോഴും നമ്മൾ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലാ ഹമ്മിൻ, വല്ല ദുഃഖവും, എന്തെങ്കിലും മക്കൾ മരിച്ചു പോവുക, സാമ്പത്തികമായ ബിസിനസ്സിലെ ആ ബാധ്യതകൾ കൊണ്ടുള്ള ടെൻഷൻ, ജീവിതത്തിലെ മറ്റെന്തെങ്കിലും പ്രയാസം, വലാ ഹമ്മിൻ, ദുഃഖമുണ്ടാവുക, വലാ ഹുസ്നിൻ, വിഷമമുണ്ടാവുക, വലാ ഗമ്മിൻ, മറ്റേതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുക, ഇതെല്ലാം ഒരു മനുഷ്യനുണ്ടായി നടന്നു പോകുന്ന വഴിയിൽ കാലിലേക്കൊരു മുള്ളു തറക്കുന്നത് പോലും, വണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോ കാറിന്റെ ടയർ പഞ്ചറാവുന്നത് പോലും, വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുന്നത് പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ വണ്ടി യാത്ര ചെയ്യാൻ പറ്റാതെ പകുതിയിൽ കേടാവുന്നത് പോലും, ഇങ്ങനെ ഏത് പരീക്ഷണങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ പരീക്ഷണങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ അള്ളാഹു അവസരം നൽകുകയാണ്. മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഒരൊറ്റ ഒരു രോഗം വരുമ്പോ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിക്കുന്നവന്റെ ചിന്മയുടെ ഏടിൽ നിന്ന് പാപങ്ങൾ അള്ളാഹു മുഴുവനും മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുക. അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബ് തന്നതല്ലയോ, എന്റെ റബ്ബ് തന്നതല്ലയോ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി, അല്ലാഹുവേ ഈ മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് നീ കൂലി തരണേ അല്ലാഹ്, എനിക്ക് നീ പ്രതിഫലം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ല ഒരു പകരം നീ എനിക്ക് തരണേ എന്നുള്ള ദിക്ർ ചൊല്ലി പ്രയാസങ്ങളെ നെഞ്ചുറപ്പോടെ പതറാത്ത പാദത്തോടെ നേരിട്ട് പുഞ്ചിരിയോടെ ആ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദുനിയാവും ആഖിറവും വിജയത്തിലാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉസീക്കും ബിദുആ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.